ട്രേഡിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓടുന്ന ബസ്സിലും ഓടുന്ന ട്രെയിനിലും ഒക്കെ ചാടി കയറുവാനും ചാടി ഇറങ്ങുവാനും പാടില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ബസ്സിൽ നമുക്ക് ചാടി കയറാൻ പറ്റത്തുള്ളൂ. അത് വളരെ അപകടം പിടിച്ച ഒരു പണിയാണ്. അതുപോലെ തന്നെ ട്രെയിനൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് തിരക്കുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്നും ചാടി കയറാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്ന സമയത്തും നമ്മൾ ചാടി ഇറങ്ങുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. കാലൊന്ന് വഴുതി കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ബോഗിക്കും പ്ലാറ്റ്ഫോമിലും ഇടയിലൂടെയുള്ള ആ ഒരു ചെറിയ ഇടവിലൂടെ താഴോട്ട് വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള സാഹസങ്ങൾക്ക് വലുതായിട്ട് മുതിരാതില്ല. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ആ ഒരു സ്റ്റോക്കിലോട്ട് പോകും. അത് കൃത്യമായിട്ടത് മാനിപ്പുലേഷൻ ചെയ്ത് ആ ഒരു സ്റ്റോക്ക് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴാണ് ആ ഒരു സ്റ്റോക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചാടിക്കേറിയാൽ എല്ലാവർക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെയാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഗോൾഡിനെ കുറിച്ചും സിൽവറിനെ കുറിച്ചുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്കും എൻക്വയറീസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ വരെ ഒരുപാട് പേര് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ETF കുറിച്ചും ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും കേൾക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ ഈ ആഴ്ചത്തെ വീക്ക്ലി അനാലിസിസിൽ ഞാൻ ചെറിയൊരു പാർട്ട് ഗോൾഡിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, നമ്മളെപ്പോഴും ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് മാത്രമേ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഹൈയിൽ നിൽക്കുന്ന ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകില്ല. കാരണം മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടൊരു റീട്രേസ്മെൻറ്റിന് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു ആപ്തവാക്യം തന്നെ, നമ്മളൊരിക്കലും ഹൈയിൽ ബൈ ചെയ്യാനോ ലോയിൽ സെല്ല് ചെയ്യാനോ നിൽക്കരുത്. എപ്പോഴും ഹൈയിൽ സെല്ല് ചെയ്യുകയും ലോയിൽ ബൈ ചെയ്യുകയും ചെയ്യണം. കാരണം ലോയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ഹൈയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്റ്റോക്ക് വലിയ രീതിയിൽ മുകളിലോട്ടൊരു മുന്നേറ്റം നടത്തുന്ന സമയത്താണ് ആ ഒരു സ്റ്റോക്ക് ചർച്ചകളിൽ വരികയും പുതിയ ആൾക്കാർ സ്റ്റോക്ക് വീണ്ടും മുകളിലോട്ട് പോകും എന്നുള്ള രീതിയിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ താഴോട്ട് വരുമ്പോൾ അവിടെ കിടന്ന് നിലവിളിക്കും. ഈ നിലവിളിക്കുന്നത് 99% പേരും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയെക്കുറിച്ച് വലിയ ബോധം ഇല്ലാത്തവരാണ്. അതുപോലെ ഒരു ട്രാപ്പാണ് ഇപ്പോൾ ഗോൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിൽവറിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ഹൈ ആണ്. അതായത് ഇതുവരെയുള്ള മൊത്തത്തിലുള്ള ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇയർലി ചാർട്ടാണ് സിൽവറിന് ഇട്ടിരിക്കുന്നത്. ഇത് ഇയർലി ചാർട്ടാണ്. ഏകദേശം ഇതിനു മുന്നേ ഒരു ഹൈ വന്നിരിക്കുന്നത് 1980-ലാണ്. നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചാർട്ട് അനലൈസ് ചെയ്യാൻ അറിയാവുന്നവർക്കറിയാം. ഏകദേശം ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പ്രൈസിലോട്ട് മാർക്കറ്റ് വന്നിരിക്കുന്നത് 1980-ലാണ്. ഡോളറിൽ നോക്കുകയാണെങ്കിൽ $47 ആയിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഹൈ എന്ന് പറയുന്നത്. 1980-ൽ ഇതേ ഒരു ഹൈയിൽ ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത്, സിൽവറിൻ്റെ പ്രൈസ് ഡോളറിൽ എവിടെയാണോ നിൽക്കുന്നത്, അവിടെ ഇതിന് മുന്നേ പ്രൈസ് വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ ഒരു റേഞ്ചിൽ വന്നിരിക്കുന്നത് 2011-ലാണ്. $50 സിൽവർ വന്നത്.
ഇത് ഒരു ഔൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഔൺസിൻ്റെ വില $50 വന്നിരിക്കുന്നതെന്ന് പറയുന്നത് 2011 അതിനു മുന്നേ വന്നിരിക്കുന്നത് 31 വർഷത്തിന് മുന്നെയാണ്. ഏകദേശം 1980 ഈ ഒരു റേഞ്ചിൽ പ്രൈസ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു അവസ്ഥ 1980 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സിൽവർ ഇത്രയും കത്തിക്കയറി. ഏകദേശം എവിടെ കിടന്നതാണ് 2 വർഷം കൊണ്ട് $5 കിടന്ന സിൽവർ ഏകദേശം 45 പോയിന്റ് 2 വർഷം കൊണ്ട് കയറിയിട്ട് 1980 ഈ $50 വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അന്ന് അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്തു? 1980 സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ അടുത്ത 2 വർഷം കൊണ്ട് വീണ്ടും കൂപ്പുകുത്തി എവിടെ എത്തി? $5 അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ കൊടുത്തു. ഒരു കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും 2011 കയറി. 2011 കയറി വീണ്ടും അതേ ഹൈയിൽ സിൽവർ എത്തി. ഈ കയറിയ കയറ്റം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കയറിയ കയറ്റമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാലും വളരെ പെട്ടെന്ന് കയറുകയും അവിടെ നിന്ന് വീണ്ടും താഴോട്ട് ഒരു $10 ഇറങ്ങി വരികയും ചെയ്തു. ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഓടുന്ന ബസ്സിലും ട്രെയിനിലും ഒക്കെ നമ്മൾ ചാടി കാലുവെച്ച് വഴുതി വീഴുന്നതിന് തുല്യമാണ് ഇവിടെ ചാടി കയറിയവരൊക്കെ. അന്ന സമയത്തും 1980 സിൽവർ ഇത്രയും കയറിയപ്പോഴും ഇതുപോലെ അന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്തരം അഭ്യൂഹങ്ങൾ കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുത്തുവാളെടുത്തിട്ടുള്ളവരുണ്ടാവും. അവർ നേരെ കാലൊഴുതി താഴെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ 2011 ഇപ്പോഴും അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സിൽവറിൽ എത്തി നിൽക്കുന്നത്. സിൽവർ വീണ്ടും ആ ഒരു റേഞ്ചിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് മാർക്കറ്റിന് ഇത് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോകാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. എത്ര ശതമാനമാണ്? എൻ്റെ അനലൈസ് പ്രകാരം ഒരു 5% ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ടിന് സാധ്യതയുള്ളൂ. ബാക്കി 95% മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരുവാനുള്ള സാധന ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ്. ബാക്കി ഫണ്ടമെൻ്റൽ അനാലിസിസ് അല്ല. ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ചിലപ്പം മുകളിലോട്ട് കയറിപ്പോകാൻ സാധ്യത ഉണ്ടായിരിക്കും. പക്ഷേ ഒരു അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ഇത്തരം മാനിപ്പുലേഷൻസ് ഒരിക്കലും ആ ഒരു അസറ്റിന് ഹെൽത്തി ആയിരിക്കില്ല. നമ്മൾ പ്രൈസ് ആക്ഷനിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റ് കയറി പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്വിങ്ങായി കയറിപ്പോയാലേ മാർക്കറ്റിനൊരു ഹെൽത്തി ഉണ്ടാകത്തുള്ളൂ. ആ ക്യാൻഡിലുകൾക്കൊരു ഹെൽത്തി ഉണ്ടാകത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോഴത്തേക്കും വലിയ ഗ്രീൻ ക്യാൻഡിൽ ഹെൽത്തി അല്ലേ? ഹെൽത്തിയാണ്, സ്വിങ്ങിന് ഹെൽത്തിയാണ്. പക്ഷേ ലോങ് ടൈമിന് ഇത്തരം വലിയ ക്യാൻഡിലുകളെന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി അല്ല. അത് എവിടെ നിന്നാണോ കയറിയത് അവിടെ തിരിച്ച് ഇറങ്ങുക തന്നെ ചെയ്യും. ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ ആരൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയത് അവർ റീറ്റെയിലേഴ്സിൻ്റെ തലയിൽ വച്ച് കെട്ടി അവർ സെല്ല് ചെയ്തവർ അവിടെ നിന്ന് മാറും. ഇന്ത്യയിലെ പ്രൈസ് തന്നെ ഏകദേശം 95,000 മുകളിൽ ഒരു പവൻ്റെ വാല്യൂ ഇന്നലെ ദീപാവലിക്ക് തലേ ദിവസം എത്തിയിട്ടുണ്ട്. ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബലം എന്താണെന്ന് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകും. ഓൾറെഡി ദീപാവലിയുടെ അന്ന് തന്നെ ഇന്നലെ തന്നെ ഇന്ത്യയിൽ ലോകം മൊത്തത്തിൽ ഗോൾഡിൻ്റെ വില ഇടിഞ്ഞു തുടങ്ങി. അതിനി താഴോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. പക്ഷേ ഒരുപാട് അനലിസ്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടും ഒരുപാട് അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കൃത്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഗോൾഡിലോ സിൽവറിലോ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ മാർക്കറ്റ് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. കാരണം ഇപ്പം നടക്കുന്നത് ഗോൾഡിലും സിൽവറിലും ഒക്കെ ഒരു മാനിപ്പുലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് താഴോട്ട് വരുമ്പോൾ വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ETF-ലായിരുന്നാലും സിൽവറിൻ്റെ മ്യൂച്വൽ ഫണ്ടിലായിരുന്നാലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തിരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തിരിച്ച് എത്തിയാൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഗോൾഡിലോട്ട് പോവാം. ഗോൾഡിൽ ഞാൻ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്, എങ്കിലും ഒന്നുകൂടി പറയുന്നു. ഇതിപ്പോൾ മന്ത്ലി ക്യാൻഡിലാണ്. ഒരു മിനിറ്റ്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഏകദേശം ഇവിടെ ഒരു അക്യുമുലേഷൻ നടന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റ് ഒരു സൈഡ് വേസ് പോയത്. മാർക്കറ്റ് ഇവിടെ നിന്ന് സ്ലോലി മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിരുന്നുവെങ്കിൽ മാർക്കറ്റ് സ്വിങ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ നമുക്ക് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. ഒരു ഹയർ ഹൈ, ലോവർ ഹൈ, വീണ്ടും ഹയർ ഹൈ, വീണ്ടും ലോവർ ഹൈ, വീണ്ടും ഹയർ ഹൈ, വീണ്ടും ലോവർ ഹൈ. ഇങ്ങനെ മാർക്കറ്റ് പോയാൽ മാത്രമേ ആ മാർക്കറ്റിനൊരു സ്ട്രക്ചർ, കൃത്യമായിട്ടുള്ളൊരു ഹെൽത്തി സ്ട്രക്ചർ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ കയറിപ്പോകുന്ന മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ കയറിപ്പോയി പിന്നെ ചെറുതായിട്ട് ഇറങ്ങി വീണ്ടും നേരെ മുകളിലോട്ട് കയറിപ്പോകുന്ന മാർക്കറ്റൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു ബോഡി, ഇപ്പം നമ്മൾ കാണുന്ന ഗ്രീൻ ക്യാൻഡിൽ പോലെ ഈ ഒരു ബോഡി കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും ഇല്ലേ? നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, നല്ല ക്യാൻഡിൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് മാർക്കറ്റാണ്. പക്ഷേ ഇതൊരിക്കലും ഹെൽത്തി മാർക്കറ്റല്ല. പല ചാർട്ടുകളും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിലോ ഇവിടെ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ബയേഴ്സ് ആക്റ്റീവായി, ബയേഴ്സിനെ മാർക്കറ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവത്തില്ല. ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, തിരിച്ച് താഴോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വീണ്ടും ബൈ ചെയ്തു, വീണ്ടും മാർക്കറ്റിനെ നേരത്തെ സെല്ലിംഗ് പ്രഷറിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് വീണ്ടും ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് ബയേഴ്സ് ആക്റ്റീവായി. ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് എപ്പോഴും ഒരു ഹെൽത്തി മാർക്കറ്റ് ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ വലിയ വീഴ്ചകളായിരിക്കില്ല. ചെറിയ വീഴ്ചകളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് വീണ്ടും ചെറിയ വീഴ്ചകൾ, അങ്ങനെ പോകുന്ന വീഴ്ചയ്ക്ക് വലിയ ആഘാതം ഉണ്ടാകത്തില്ല. പക്ഷേ ഒറ്റയടിക്ക് ഇങ്ങനെ കയറിപ്പോകുന്ന മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ നിന്നൊരു സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്തു. ചെറിയൊരു ഡിമാൻഡ് സോണാണ് വരുന്നതെങ്കിൽ ചെറിയ വീഴ്ച ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇത്രയും വലിയ കയറ്റം കയറിയ സ്ഥിതിക്ക് അവിടെ ഒരു 50% താഴെയെങ്കിലും ഒരു മിറ്റിഗേഷന് മാർക്കറ്റ് ഇറങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായതിനേക്കാളും വലിയ വീഴ്ചയായിരിക്കും. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്യും? ഇത്രയും വലിയൊരു കുഴിയിലോട്ട് വീഴും. പക്ഷേ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു സ്വിംഗ് ചാർട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ വീഴ്ചയ്ക്ക് എന്ന് പറയുന്നത് ചെറിയ വീഴ്ചയായിരിക്കും. അവിടെ നിന്ന് കയറാൻ പറ്റുന്ന വീഴ്ചയെ ഇത്തരം ചാർട്ടുകളിൽ ഉണ്ടാകത്തുള്ളൂ. അതുപോലൊരു വീഴ്ചയാണ് ഇതിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളത്. ഒരിക്കലും സംഭവിക്കുമെന്നല്ല പറയുന്നത്, സംഭവിക്കുവാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ ഒരു ദിവസത്തെ, അതായത് ദീപാവലിയുടെ അന്നുള്ള ഈ ഒരു വീഴ്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ടോപ്പിൽ വെച്ച് എല്ലാവരും ചാടിക്കേറി ഏകദേശം 4377 ഏകദേശം 4000 അടുപ്പിച്ചാണ് ഒരു ഔൺസിൻ്റെ ഗോൾഡിൻ്റെ വില ദീപാവലിയുടെ അന്ന് ചൊവ്വാഴ്ച നമുക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത്തരം ന്യൂസുകൾ കേട്ടിട്ട് ഇവിടെ വെച്ച് ഗോൾഡിൽ ETF അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്തവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം കൊണ്ട് ഇടിഞ്ഞിരിക്കുന്നത് ഏകദേശം 4370 നിന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4100 ഏകദേശം 350 ഡോളർ ഒരു ഔൺസിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇത് വീണ്ടും താഴോട്ട് വരാം. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മാർക്കറ്റ് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണോ ഒരു അക്യുമുലേഷൻ നടന്നത് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് കയറി പോയിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് ഗോൾഡിൽ. മാർക്കറ്റ് എപ്പോഴെങ്കിലും ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു 50% എങ്കിലും മിറ്റിഗേഷന് മാർക്കറ്റ് ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ 50 to 61% മെറ്റിക്കേഷന് മാർക്കറ്റ് ഗോൾഡ് ഇറങ്ങി വരാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ഇതനുസരിച്ചെന്ന് പറയുന്നത് 61.618% താഴെയെങ്കിലും ഒരു 7-8 എങ്കിലും ഏകദേശം $3550 ഈ ഗോൾഡ് ഇറങ്ങി വരാനുള്ള സാധ്യത ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ തുടക്കക്കാരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഇതുവരയ്ക്കും ഒന്നും കേൾക്കാതെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ കേട്ടുകൊണ്ട് മാർക്കറ്റിൽ ചാടി പുറപ്പെട്ടു വരുന്ന തുടക്കക്കാർ ദയവ് ചെയ്ത് എടുത്തു ചാടി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കൃത്യമായിട്ട് മാർക്കറ്റ് ഒരു ഡിപ്പിലോട്ട് ഇറങ്ങി വരുന്നതായിരിക്കും, ഗോൾഡോ സിൽവറോ ഒക്കെ ഒരു ഡിപ്പിലോട്ട് ഇറങ്ങി വരുന്നതായിരിക്കും. ഇത് കൃത്യമായിട്ട് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഇവിടെ നടന്നിരിക്കുന്ന ഒരു മാനിപ്പുലേഷനാണ്. ഈ ഒരു മാനിപ്പുലേഷൻ എപ്പോഴാണോ അവർ ഇവിടെ ഓൾറെഡി വരെ ഇവിടെ സെൽ ഓഫ് തുടങ്ങിയിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കാരണം മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ 2 ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് മുകളിൽ കൊണ്ടുപോയിട്ടാണ് ഇപ്പം ഒറ്റ ദിവസം കൊണ്ടാണ് ഏകദേശം 1, 2, 3, 4, 5, 6 ദിവസം കൊണ്ട് കയറിയതാണ് ഒറ്റ ദിവസം കൊണ്ട് ഗോൾഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പകുതി വിലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ക്വാണ്ടിറ്റി വാങ്ങിക്കാം. ഇന്ന് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതെങ്കിൽ 1 ലക്ഷം നാളെ മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് 2 ലക്ഷം രൂപയായിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഡബിൾ ക്വാണ്ടിറ്റി നിങ്ങളിന്ന് 1 ലക്ഷം രൂപയ്ക്ക് 1000 ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കാൻ നിൽക്കുന്നതെങ്കിൽ താഴെ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് 2000 ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റും. മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കയറി പോകണമെന്നില്ല. അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ETF-ലായിരുന്നാലും മ്യൂച്വൽ ഫണ്ടിലായിരുന്നാലും അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിച്ച് ഫിസിക്കലി ഗോൾഡ് കോയിൻസൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നവർ, അസറ്റായിട്ട് സൂക്ഷിക്കുന്നവർക്കും ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗോൾഡ് ഒന്ന് താഴെ ഇറങ്ങി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് ഈ ഒരു പ്രൈസിലോട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞതാണ്, ഇതിലോട്ട് താഴോട്ട് പോകില്ല എന്നല്ല, ഏറ്റവും കുറഞ്ഞത് $3851 തൊട്ട് $3738 വരയ്ക്കെങ്കിലും ഗോൾഡ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏകദേശം 3446 43 ഒരു 50 റേഞ്ചിലോട്ട് മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഇറങ്ങി വരാൻ ഗോൾഡിൽ വളരെയധികം ടെക്നിക്കലി സാധ്യതയുണ്ട്. ഫണ്ടമെൻ്റലി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, പക്ഷേ ടെക്നിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞത് 50% മിറ്റിഗേഷൻ വരെയെങ്കിലും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ അനാലിസിസ് വെച്ചുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലൊരു മാനിപ്പുലേഷൻ ഗോൾഡിൽ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് തന്നെയായിരിക്കണം മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ദയവായിട്ട് ഇത് കേൾക്കുന്ന തുടക്കക്കാർ, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം അവർക്ക് അത് ആവറേജ് ചെയ്യാനും അവരുടെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. തുടക്കക്കാർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ദയവായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിലൊരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായിരുന്നാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്